നോമ്പ് ഒരു രൂപാന്തരീകരണത്തിൻ്റെ കാലമാണ്. ഒരു പുതുക്കപ്പെടലിൻ്റെ കാലഘട്ടം. രൂപത്തിലും ഭാവത്തിലും ചിന്തയിലും ചെയ്തിയിലും ഒരു മാറ്റത്തിൻ്റെ കാലമാണ്. ഒരല്പം ശ്രദ്ധ കൂടുതൽ വേണ്ട കാലമെന്ന് പറയാം. മറിയാമിനെ പോലെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. പൂർണ്ണമായൊരു വിട്ടുകൊടുക്കൽ, വിളിച്ചവൻ വിശ്വസ്തനാണെന്ന ഉത്തമ ബോധ്യം അവളെ സ്ത്രീകളിലേറ്റം ഭാഗ്യവതി എന്ന പുകഴ്ചയ്ക്ക് കാരണമാക്കി. മറിയാമിനെ പോലെ അവനെ വഹിച്ചുകൊണ്ടുള്ളൊരു യാത്രയുടെ തുടക്കത്തിലാണ് നാം. അതത്ര നിസ്സാരമല്ല. യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ടാകണം. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് ചില വഴികാട്ടികൾ നല്ലതാണ്. ഗബ്രിയേൽ മാലാഖയെ പോലെ, കിഴക്ക് കണ്ട നക്ഷത്രത്തെ പോലെ. ലക്ഷ്യത്തോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് ഒരുക്കത്തിന്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ശുദ്ധമുള്ള നൊയമ്പിനെ നമുക്ക് സമീപിക്കാം. മറിയാം ഹൃദയത്തിലും ഉദരത്തിലും അവനെ വഹിച്ചതുപോലെ ഹൃദയത്തിൽ വഹിച്ച് നോമ്പാകുന്ന ആയുധം ധരിച്ച് നമുക്ക് കിഴക്ക് കണ്ട നക്ഷത്രത്തെ ലക്ഷ്യമാക്കി ബേത്ലഹേമിലേക്ക് പോകാം. ആ യാത്രയിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനാവുവാൻ നമ്മോട് കരുണയുണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.